അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളനുസരിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ അർബഊൻ എന്ന ഗ്രന്ഥത്തെക്കുറിച്ചാണ് നാം പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവിതത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആ ഗ്രന്ഥത്തിൽ ആദ്യത്തെ ഹദീസ് അൻ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാൽ സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവى ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത് ഹിജ്റതുഹു ലിദുനിയ യുസീബുഹാ അവ ഇംറഅത്തിൻ യുൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി. ഈ ഹദീസ് നമുക്കെല്ലാം സുപരിചിതമായ ഹദീസാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥമായ സ്വഹീഹുൽ ബുഖാരിയിൽ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേര് നമുക്ക് അങ്ങനെയാണ് സുപരിചിതമായിട്ടുള്ളത്. പക്ഷേ ആ ഗ്രന്ഥത്തിൻ്റെ യഥാർത്ഥ പേര് അൽ ജാമിഅ അസ്-സ്വഹീഹ് എന്നാണ്. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൻ്റെ പേര് അൽ ജാമിഅ അസ്-സ്വഹീഹ് എന്നാണ്. നമുക്ക് സ്വഹീഹുൽ ബുഖാരി എന്നാണ് കേട്ട് പരിചയമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇമാം മുസ്ലിമിൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൻ്റെ പേര് നമുക്ക് പരിചയം സ്വഹീഹ് മുസ്ലിം എന്നാണ്. എന്നാൽ ആ ഗ്രന്ഥത്തിൻ്റെ പേര് അസ്-സ്വഹീഹ് എന്നാണ്. അതിൻ്റെ രചയിതാവ് മുസ്ലിം ആയതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് ചേർത്ത് സ്വഹീഹ് മുസ്ലിം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇമാം ബുഖാരി അതേപോലെ തന്നെ മറ്റ് ഹദീസ് പണ്ഡിതന്മാരും അവരുടെ ഗ്രന്ഥങ്ങളിലെ ആദ്യത്തെ ഹദീസായി രേഖപ്പെടുത്തിയ ഹദീസാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് പറയുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ്. ഈ ഹദീസിനെ കുറിച്ച് പല ഹദീസ് പണ്ഡിതന്മാരും ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രസിദ്ധമായ ഒന്ന് അബ്ദുറഹ്മാൻ ഇബ്നു അൽ മഹ്ദി എന്ന് പറയുന്ന ഇമാം ബുഖാരിക്കും മുൻപ് ജീവിച്ച് വഫാത്തായി പോയിട്ടുള്ള ഹദീസ് പണ്ഡിതനാണ് അബ്ദുറഹ്മാൻ ഇബ്നുൽ മഹ്ദി. അദ്ദേഹം പറഞ്ഞത് ലൗ സന്നഫ്തു കിതാബൻ ഫിൽ അബ്വാബി ലജഅൽതു ഹദീസ ഉമർ ഇബ്നുൽ ഖത്താബ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് ഫി കുല്ലി ബാബിൻ. ഞാനെങ്ങാനും ഹദീസിൻ്റെ ഒരു ഗ്രന്ഥം രചിക്കുകയാണ് എങ്കിൽ അതിലെ എല്ലാ ബാബിലും എല്ലാ അധ്യായങ്ങളുടെയും ആദ്യത്തെ ഹദീസായിട്ട് ഈ ഹദീസിനെ ഞാൻ കൊടുക്കുമായിരുന്നു എന്നാണ്. ഏതാ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് പറയുന്ന ഹദീസ് എല്ലാ അധ്യായങ്ങളുടെയും ആദ്യത്തെ ഹദീസായി ഞാൻ കൊടുക്കുമായിരുന്നു. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് പിന്നെ ഹാദൽ ഹദീസ് സുലുസുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ 1/3 എന്ന് പറയുന്നത് ഈ ഹദീസാണ് എന്നാണ്. ഏത്? ഈ ഹദീസ് ഇങ്ങനെയാണ്. അൻ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ ആ പ്രയോഗം നമുക്കറിയാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ആണ് അമീറുൽ മുഅ്മിനീൻ എന്ന് പറയുന്നത്. അതിന് മുൻപുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇസ്ലാമിക ലോകം പരിചയപ്പെടുത്തിയിരുന്നത് ഖലീഫത്തുർ റസൂൽ എന്നായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുതൽ അങ്ങോട്ടുള്ള ഖലീഫമാരെയാണ് ഇസ്ലാമിക ലോകം അമീറുൽ മുഅ്മിനീൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുനിയത്താണ് അബൂ ഹഫ്സ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഹഫ്സ് എന്ന് പറയുന്ന ഒരു മകനില്ല. എങ്കിലും നമ്മൾ കഴിഞ്ഞ ദിവസം ഇമാം നവവിയെക്കുറിച്ച് പറഞ്ഞതുപോലെ അബൂ ഹഫ്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ കുനിയത്ത്. അതുപോലെ തന്നെ ചില ആളുകൾ അവരുടെ യഥാർത്ഥ പേരിനേക്കാൾ അവരുടെ കുനിയത്തിലാണ് അറിയപ്പെടുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്താണ്?
അബൂബക്കർ സിദ്ദീഖ് എന്നാണ് നമുക്ക് പേരറിയാം. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്താണ്? അബ്ദുല്ലാഹി ഇബ്നു അബി ഖുഹാഫ ബിൻ ഉസ്മാൻ എന്നാണ്. പക്ഷേ നമുക്ക് സുപരിചിതമായിട്ടുള്ളത് അബൂബക്കർ എന്ന പേരാണ്. അത് അദ്ദേഹത്തിൻ്റെ കുനിയത്താണ്. കുനിയത്ത് എന്താണ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചതാണ്. ഹദീസ് ഇതാണ് ആശയം. സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഞാൻ കേട്ടു, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, തീർച്ചയായും കർമ്മങ്ങൾ നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നിയ്യത്ത് ഒന്നുകൊണ്ട് മാത്രമാണ് കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുക, അല്ലെങ്കിൽ കർമ്മങ്ങൾ എന്ന് പറയുന്നത് നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവ, ഓരോരുത്തർക്കും അവർ എന്താണോ നിയ്യത്താക്കിയത്, എന്താണോ ഉദ്ദേശിച്ചത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഫലം നൽകപ്പെടുക. നമുക്കറിയാം നിയ്യത്തെന്ന് പറയുന്നത് നമ്മുടെ കർമ്മങ്ങളിൽ എത്രമാത്രം പ്രസക്തമാണ് എന്ന്. യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ആദത്തും ഇബാദത്തും തമ്മിലുള്ള വ്യത്യാസം വരുത്തുന്നത് നിയ്യത്താണ്. ആദത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇബാദത്ത് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് ചെയ്യുന്നതാണ്. ഒരു ഉദാഹരണം സൂചിപ്പിച്ചാൽ, ഒരാൾ ജനാപത്തുകാരനായി എന്ന് വിചാരിക്കും. അപ്പോൾ അയാൾക്ക് നമസ്കാരം, മറ്റ് ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കണമെങ്കിൽ കുളി നിർബന്ധമാണ്. സാധാരണ നമ്മളെല്ലാവരും രാവിലെ എഴുന്നേറ്റാൽ കുളിക്കും. അത് നമ്മുടെ വൃത്തിയുടെ ഒരു ആദത്തിൻ്റെ ജീവിത ശൈലിയുടെ ഭാഗമാണ്. അങ്ങനെ ഒരാൾ ഒരു കുളി നിർവഹിച്ചു കഴിഞ്ഞാൽ ശരീരം വൃത്തിയായി. പക്ഷേ അയാൾ നമസ്കരിക്കാൻ ശുദ്ധിയായോ? ഇല്ല. എപ്പോഴേ അയാൾ ശുദ്ധിയാകുള്ളൂ? ഞാൻ ഈ ജനാപത്തിൽ നിന്ന് ശുദ്ധിയാകുന്നതിന് വേണ്ടിയാണ് ഈ കുളിക്കുന്നത് എന്ന നിയ്യത്തോടു കൂടി ആ കുളിയെ സ്വീകരിച്ചാൽ തുടങ്ങിയാൽ മാത്രമേ എന്താകുന്നുള്ളൂ. അപ്പോൾ ആദത്തിനെ വൃത്തിയാകാനുള്ള മാർഗമാക്കിയത് എപ്പോഴാണ്? നെയ്യത്തോടു കൂടിയാണ്. ഒരാൾ പള്ളിയിലേക്ക് സുബഹിയുടെ സമയത്ത് കടന്നു വരുന്നു, ഒറ്റക്കാണ് നമസ്കരിക്കുന്നത് എന്ന് വിചാരിക്കും. 2 റക്അത്ത് അയാൾ സുന്നത്ത് നമസ്കരിക്കുന്നു, 2 റക്അത്ത് അതിന് ശേഷം ഫർള് നമസ്കരിക്കുന്നു. രണ്ടിനും ലഭിക്കുന്ന പ്രതിഫലം ഒന്നാണോ? അല്ല. സുന്നത്തിന് ലഭിക്കുന്ന പ്രതിഫലവും അതേപോലെ തന്നെ ഫർളിനെ ലഭിക്കുന്ന പ്രതിഫലവും രണ്ടും രണ്ടാണ്. പക്ഷെ രണ്ടിൻ്റെയും റക്അത്തുകളുടെ എണ്ണത്തിൽ മാറ്റമുണ്ടോ? സുന്നത്തിന് 2 റക്അത്താണ് നമസ്കരിച്ചത്, സുജൂദുകളുടെ എണ്ണം സെയിമാണ്, റുക്കൂഇൻ്റെ എണ്ണം സെയിമാണ്. ഫർളിലെ 2 റക്അത്തിൻ്റെ റുക്കൂഇൻ്റെ എണ്ണവും സെയിം തന്നെയാണ്. പിന്നെ ഇത് രണ്ടും തമ്മിൽ എങ്ങനെ വ്യത്യാസമായത്? നിയ്യത്തിലാണ്. സുന്നത്ത് നമസ്കരിച്ചപ്പോൾ ഞാൻ സുന്നത്ത് നമസ്കരിക്കുന്നു എന്ന നിയ്യത്തോടു കൂടിയാണ്. ഇനി മറ്റൊരു മനുഷ്യൻ, അയാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുന്നു, ഡയറ്റിൻ്റെ ഭാഗമായിട്ട്, അയാളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. ഇതൊരു ഇബാദത്തായിട്ട് മാറുന്നത് എപ്പോഴാണ്? അതൊരു നിയ്യത്തോടു കൂടി തുടങ്ങുമ്പോഴാണ്. അപ്പോൾ നിയ്യത്ത് എന്ന് പറയുന്ന സാധനം നമ്മൾ മറന്നു പോയിട്ടുണ്ട് എങ്കിൽ അത് കേവലം ഒരു കർമ്മമായിട്ട് മാറുള്ളൂ, ഇബാദത്താവില്ല എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ നിയ്യത്തിന് അത്രമാത്രം പ്രസക്തി ഉള്ളതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിയ്യത്ത് എന്ത് എന്നുള്ളത്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹദീസ് ഒരു മനുഷ്യനും സംശയമുണ്ടാകാത്ത രൂപത്തിൽ വളരെ കൃത്യമായി അത് വിശദീകരിച്ചു വെച്ചത്. ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലി ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലി. ആരെങ്കിലും ഒരു ഹിജ്റ ചെയ്യുന്നത്, ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് ഹിജ്റ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ. കാരണം എല്ലാം ഉപേക്ഷിച്ച് പോകണമല്ലോ. അങ്ങനെയുള്ള ഹിജ്റ പോലും ഒരു മനുഷ്യൻ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചാണ് എങ്കിൽ അവൻ്റെ ഹിജ്റ അള്ളാഹുവിലേക്കുള്ളതാണ്, അഥവാ അതിൻ്റെ പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് ലഭിക്കും. എന്നാൽ ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ലിദ്ദുനിയ യുസീബുഹ, ഇനി ഒരാൾ ഹിജ്റ പോകുന്നത് ഒരു നാട് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ, ഔ ഇംറഅത്തിൻ യുൻകഹിഹ, അല്ലെങ്കിൽ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. മദീനയിൽ നല്ല സുന്ദരികളായ സ്ത്രീകൾ, അവരെ വിവാഹം കഴിക്കാമെന്ന നിയ്യത്തോടു കൂടിയാണ് ഹിജ്റ ചെയ്യുന്നത് എങ്കിൽ അവൻ അത് കിട്ടും. അതിനപ്പുറത്തേക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കുകയില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത്, നിയ്യത്ത് ശരിയായെങ്കിൽ മാത്രമേ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുകയുള്ളൂ. നമ്മൾ നമസ്കരിക്കുമ്പോഴും നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും നിയ്യത്ത് എന്തായിരിക്കണം? അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുക എന്നുള്ളതാകണം.
അപ്പോഴേ ആ കർമ്മങ്ങളോട് നമുക്ക് ആത്മാർത്ഥത പുലർത്താനും കഴിയുള്ളൂ. പലപ്പോഴും നമ്മൾ നമസ്കരിക്കാനൊക്കെ വരുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നീയത്ത് നല്ലതായിരിക്കും, പക്ഷേ പള്ളിയിലേക്ക് എത്തുമ്പോഴേക്ക് അന്ന് രണ്ടാൾ കാണട്ടെ എന്ന് നമ്മൾ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ നീയത്ത് മാറിപ്പോവുകയാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കർമ്മം പരിഗണിക്കുക. കർമ്മം എത്ര സുന്ദരമായാലും ശരി, നീയത്ത് മോശമാണ് എങ്കിൽ റബ്ബിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കില്ല. അതുകൊണ്ട് ഏത് കർമ്മത്തിലേക്ക് നമ്മൾ കടക്കുമ്പോഴും അതിൻ്റെ നീയത്ത് നല്ല ഉദ്ദേശത്തോടുകൂടി അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കർമ്മങ്ങളെ സമീപിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല നല്ല നീയത്തോടുകൂടി കർമ്മങ്ങളെ സമീപിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ മുത്തഖികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും അള്ളാഹു, എല്ലാ മുറാദുകളെയും അള്ളാഹു ഹാസിലാക്കി നൽകുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ആമീൻ ബിറഹ്മതിക.